എന്യൂമറേഷൻ ഫോം നൽകാത്തവർക്കും പേര് ചേർക്കാൻ ഇനിയും അവസരമുണ്ട്. ഇതിനായി ഫോം 6 അപേക്ഷയ്ക്ക് പുറമെ എന്യൂമറേഷൻ ഫോമിന് സമാനമായ ഡിക്ലറേഷൻ ഫോം അഥവാ ഫോം D കൂടി പൂരിപ്പിക്കേണ്ടി വരും. ആവശ്യമെങ്കിൽ ഹിയറിംഗിന് അപേക്ഷകൻ ഹാജരാകേണ്ടിയും വരും. പക്ഷേ ഇപ്പോൾ പേര് ചേർക്കാൻ അപേക്ഷിച്ചാലും ഡിസംബർ 16 പ്രസിദ്ധീകരിക്കുന്ന SIRന്റെ കരട് പട്ടികയിൽ ഉൾപ്പെടുത്തില്ല. അതിനുശേഷമായിരിക്കും പുതിയ പേര് ചേർക്കൽ നടപടി. തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുന്ന അവസാന തീയതി വരെ പേര് ചേർക്കാൻ അവസരമുണ്ടാകും. നേരത്തെ ചേർത്താൽ 2026 ഫെബ്രുവരി 14 അന്തിമ SIR പട്ടികയിൽ ഉൾപ്പെടുത്താനും സാധ്യതയുണ്ട്. പുതുതായി പേര് ചേർക്കുന്നതിന് ഓൺലൈനായോ BLOമാർ വഴി നേരിട്ടോ ആണ് ഫോം 6ഉം ഡിക്ലറേഷൻ ഫോമും പൂരിപ്പിച്ച് നൽകേണ്ടത്. ഇതിൽ 2002 പട്ടികയിൽ പേരുണ്ടായിരുന്നവർ ആ വിവരങ്ങളും, പേരില്ലാത്തവർ 2002 പട്ടികയിൽ മാതാപിതാക്കളോ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ മാതാപിതാക്കളോ ഉണ്ടായിരുന്നുവെങ്കിൽ അതും നൽകണം. 2002 പട്ടികയിൽ മേൽപ്പറഞ്ഞ കുടുംബാംഗങ്ങൾ ഇല്ലാതിരുന്നവർ SIRന്റെ ഭാഗമായി പറഞ്ഞിട്ടുള്ള ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള ഏതെങ്കിലും രേഖകളിൽ ഒന്ന് നൽകണം. പട്ടികയിൽ ഇല്ലാത്തവർ പ്രവാസികളാണ് എങ്കിൽ പാസ്പോർട്ട് വിവരങ്ങൾ ഉൾപ്പെടുത്തി ഫോം 6A പൂരിപ്പിച്ചു നൽകി പ്രവാസി വോട്ടറാകാനാണ് അപേക്ഷിക്കേണ്ടത്. അവരും ഫോം D പൂരിപ്പിക്കേണ്ടി വരും. ഡിസംബർ 4 SIR എന്യൂമറേഷൻ ഫോം തിരികെ നൽകാൻ കഴിയാത്തവർക്കും ഫോം 6, ഫോം D എന്നിവ പൂരിപ്പിച്ചു നൽകി വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താൻ അപേക്ഷിക്കാൻ അവസരമുണ്ടാകും. EROമാരുടെ തീരുമാനത്തിനെതിരെ 15 ദിവസത്തിനകം കളക്ടർമാർക്ക് ആദ്യ അപ്പീലും തുടർന്ന് 30 ദിവസത്തിനകം CEOക്ക് രണ്ടാം അപ്പീലും സമർപ്പിക്കാൻ അവസരമുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിച്ചിരുന്നു. എന്നാൽ EROയുടെയോ ജില്ലാ കളക്ടർമാരുടെയോ തീരുമാനത്തിനെതിരെ അപ്പീൽ നൽകിയാലും അന്തിമ പട്ടികയിൽ വോട്ടർമാർ ഉൾപ്പെടുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. കാരണം അപ്പീൽ നൽകുന്നതിനുള്ള സമയക്രമവും അന്തിമ പട്ടിക ഇറങ്ങുന്ന സമയവും തമ്മിലെ പൊരുത്തക്കേട് തന്നെയാണ് ഇക്കാര്യത്തിൽ പ്രധാന ആശയക്കുഴപ്പത്തിന് കാരണം. ഈ അന്തരം രാഷ്ട്രീയ പാർട്ടികൾ കഴിഞ്ഞ ദിവസം യോഗത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട്. കരട് പട്ടിക പ്രസിദ്ധീകരിക്കുന്ന അന്നു മുതലോ അടുത്ത ദിവസം മുതലോ അപ്പീലും ആക്ഷേപങ്ങളും സമർപ്പിക്കാം. EROമാരുടെ തീരുമാനത്തിനെതിരെ 15 ദിവസത്തിനുള്ളിൽ ഒന്നാം അപ്പീൽ അധികാരിയായ കളക്ടർമാർക്കും കളക്ടർമാരുടെ തീരുമാനത്തിനെതിരെ അടുത്ത 15 ദിവസത്തിനുള്ളിൽ രണ്ടാം അപ്പീൽ അധികാരിയായ CEOക്കും അപ്പീൽ സമർപ്പിക്കാമെന്നാണ് പറയുന്നത്. എന്നാൽ ഹിയറിംഗും പരിശോധനയും പൂർത്തിയാകുന്ന ദിവസം മുതൽ അന്തിമ പട്ടിക വരുന്ന ദിവസം വരെയുള്ള സമയപരിധിക്കിടയിൽ ഇത്ര ദിവസം കിട്ടില്ല എന്നും ഫലത്തിൽ ഹിയറിംഗിലെ തീർപ്പിനെതിരെ അപ്പീൽ സമർപ്പിക്കാൻ 15 ദിവസമെന്ന സാവകാശം ലഭിക്കില്ല എന്നുമുള്ള ആശങ്ക രാഷ്ട്രീയ പാർട്ടികൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. സമയപരിധി നീട്ടിയ സാഹചര്യത്തിൽ ഈ ആശങ്ക പരിഹരിക്കപ്പെടുമോ എന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് വ്യക്തമാക്കേണ്ടത്. ഇതുവരെ ഫോം കിട്ടാത്തവരുണ്ട് എങ്കിൽ BLOയെ നേരിട്ട് ബന്ധപ്പെടുകയോ അതല്ല 2025 പട്ടികയിൽ ഉൾപ്പെട്ടവരാണ് എങ്കിൽ ഓൺലൈനായി പൂരിപ്പിക്കുകയോ ചെയ്യണം. ഓൺലൈനായി ഫോം പൂരിപ്പിക്കാൻ വോട്ടർ IDയിലെയും ആധാറിലെയും പേരുകൾ ഒന്നാണോ എന്ന് ഉറപ്പാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. വോട്ടർ ID മൊബൈൽ നമ്പറുമായി ബന്ധിപ്പിച്ചിരിക്കേണ്ടതും അത്യാവശ്യമാണ്. ഇനി അഥവാ മൊബൈൽ നമ്പർ വോട്ടർ IDയുമായി ബന്ധിപ്പിച്ചിട്ടില്ല എങ്കിൽ ഫോം 8 ഉപയോഗിച്ച് വോട്ടർ IDയും മൊബൈൽ നമ്പരും ബന്ധിപ്പിക്കണം. voters.eci.gov.in എന്ന സൈറ്റിൽ ലോഗിൻ ചെയ്ത് കറക്ഷൻ ഓഫ് എൻട്രീസ് ഫിൽ ഫോം 8 ടു ഗെറ്റ് എപിക് വിത്ത് അപ്ഡേറ്റർ ഓർ റീപ്ലേസ്മെന്റ് ഓർ മാർക്കിംഗ് ഓഫ് PWD എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഏത് വോട്ടർ IDയുമായാണോ മൊബൈൽ നമ്പർ ബന്ധിപ്പിക്കേണ്ടത് ആ ID തിരഞ്ഞെടുത്ത് അപ്ലിക്കേഷൻ ഫോർ കറക്ഷൻ ഓഫ് എൻട്രീസ് ഇൻ എക്സിസ്റ്റിംഗ് ഇലക്ടറൽ റോൾ എന്ന വിഭാഗത്തിൽ മൊബൈൽ നമ്പർ ടിക്ക് ചെയ്ത് ഫോൺ നമ്പർ ആഡ് ചെയ്യുക. അപേക്ഷ സബ്മിറ്റ് ചെയ്താൽ അത് പൂർത്തിയാകും. ഫോമുകൾ സൈൻ ചെയ്യേണ്ടതുണ്ട് എന്നതിനാൽ വോട്ടർമാർക്ക് സ്വന്തം ഓൺലൈൻ ഫോം മാത്രമേ പൂരിപ്പിക്കാൻ സാധിക്കൂ. എപിക് 2025 പേരും ആധാർ ഉപയോഗിക്കുന്ന സൈൻ ടൂളിലെ പേരും കൃത്യമായി ഒരുപോലെ ആയിരിക്കണമെന്നും വ്യവസ്ഥയുണ്ട്. ഈ വ്യവസ്ഥകളിൽ ഉൾപ്പെടാത്ത വോട്ടർമാർ BLOമാർ മുഖേനയാണ് ഫോം സമർപ്പിക്കേണ്ടത്. ഓൺലൈനായും അല്ലെങ്കിലും ഫോട്ടോ പതിക്കൽ നിർബന്ധമല്ല. ഫോട്ടോ മാറ്റണം എന്നുണ്ടെങ്കിൽ മാത്രം പുതിയത് പതിച്ചാൽ മതി. പൂരിപ്പിച്ച് സമർപ്പിച്ച ഫോമുകൾ വളരെ ലളിതമായി ആർക്കും എപ്പോൾ വേണമെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ കയറി പരിശോധിക്കാനുമാകും. ഇതിനായി voters.eci.gov.in എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ കയറി ഫിൽ എന്യൂമറേഷൻ ഫോം എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്യാനുള്ള പേജിലേക്ക് കയറണം. നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരാണ് എങ്കിൽ ലോഗിൻ ചെയ്യാൻ മൊബൈൽ നമ്പർ നൽകി മൊബൈലിൽ വരുന്ന OTP എൻ്റർ ചെയ്താൽ എന്യൂമറേഷൻ ഫിൽ എന്ന പേജിലേക്ക് കയറാൻ സാധിക്കും.
ഇനി നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത വോട്ടറാണ് എങ്കിൽ ഫിൽ എന്യൂമറേഷൻ എന്ന ലിങ്കിൽ കയറി ലോഗിൻ പേജിലേക്ക് എത്തുമ്പോൾ തന്നെ അതേ പേജിൽ ലോഗിൻ എന്നതിനൊപ്പം സൈനപ്പ് എന്ന മറ്റൊരു ഓപ്ഷനും ലഭിക്കും. പുതിയ ഉപയോക്താക്കൾ സൈനപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്താണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇതിനായി നിങ്ങളുടെ മൊബൈൽ നമ്പരും ഇമെയിൽ ഐഡിയും അത്യാവശ്യമാണ്. സൈനപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കയറുന്നതോടെ മൊബൈൽ നമ്പരും ഇമെയിൽ ഐഡിയും ഒപ്പം ക്യാപ്ചയും നൽകാൻ ആവശ്യപ്പെടും. ക്യാപ്ച എന്താണ് എന്ന് കൃത്യമായിട്ട് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഈ ഭാഗത്തുള്ള ഈ അക്കമോ ലെറ്റേഴ്സോ നിങ്ങൾ അതേപടി പകർത്തി എഴുതേണ്ടതാണ്. ഇതാണ് ക്യാപ്ച. ഇവ നൽകുന്നതോടെ പേര് നൽകി OTP റിക്വസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെടും. ഈ OTP കൂടി നൽകുന്നതോടെ രജിസ്ട്രേഷൻ പൂർത്തിയായി. ഇനി ഫിൽ എന്യൂമറേഷൻ ഫോം എന്നതിലേക്ക് തന്നെ മടങ്ങിയെത്തിയ ശേഷം ഇവിടെ മൊബൈൽ നമ്പരും OTPയും നൽകി ലോഗിൻ ചെയ്യുന്നതോടെ നിങ്ങളുടെ പേര് മുകളിൽ ദൃശ്യമാകും. ഫിൽ എന്യൂമറേഷൻ ഫോം എന്നതിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോൾ സംസ്ഥാനം തിരഞ്ഞെടുക്കാൻ ഒരു ഓപ്ഷനും എപിക് നമ്പർ ആവശ്യപ്പെടുന്ന ഒരു ബോക്സും ദൃശ്യമാകും. ഈ ബോക്സിൽ വോട്ടർ തിരിച്ചറിയൽ കാർഡ് അതായത് എപിക് നമ്പർ നൽകി ഫോം സെർച്ച് ചെയ്യണം. ഈ സമയം തന്നെ നിങ്ങളുടെ ഫോമിന്റെ സ്റ്റാറ്റസ് പ്രദർശിപ്പിക്കപ്പെടും. ഫോം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ഫോം ഇതിനകം നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്ന സന്ദേശം നിങ്ങളുടെ മൊബൈൽ നമ്പർ സഹിതം സ്ക്രീനിൽ കാണാൻ സാധിക്കും. അതായത് നിങ്ങളുടെ ഫോം BLO അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നതാണ് അതിനർത്ഥം. ഇനി അഥവാ അപ്ലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ അത്തരമൊരു സന്ദേശം ദൃശ്യമാകില്ല. പകരം പുതിയൊരു ഹോം പേജ് തുറന്നു വന്നേക്കാം. അപ്പോൾ BLOയുമായി നിങ്ങൾ വീണ്ടും ബന്ധപ്പെടുക. ഇല്ലെങ്കിൽ ഇതിനർത്ഥം നിങ്ങളുടെ BLO ഇതുവരെ ഈ ഫോം അവിടെ സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നതാണ്. പക്ഷേ കുറച്ചു ദിവസം കൂടി കാത്തിരിക്കാം, കാരണം തീയതി നീട്ടിയിട്ടുണ്ട്.